ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് നിരഞ്ജന ഹിയർ ഫ്രം ന്യൂ ടെയിൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐലൈനേഴ്സാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ ചെയ്തു. ഐലൈനർ എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. മേക്കപ്പിൽ ഒന്നും ഇട്ടില്ലെങ്കിലും കണ്ണെഴുതാതെ പോകുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ചു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ ഓണസ്റ്റ് റിവ്യൂസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഡിസൈഡ് ചെയ്യാം വേണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ. എനിക്ക് അധികം അങ്ങോട്ട് വലിയ പ്രിയമില്ലാത്ത രണ്ട് ഐലൈനേഴ്സ് കാണിക്കാം. ഒന്ന് റീനിയുടെ ഐലൈനർ, രണ്ട് ഷുഗർ പോപ്പിൻ്റെ. പ്രിയമില്ലാന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊതുവേ നല്ല തിന്നായിട്ട് ഇങ്ങനെ നീണ്ട ബോണ്ടാണ് എനിക്ക് എഴുതാൻ എളുപ്പം. റീനിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ബൾക്കിയാണ്, ഇങ്ങനെ ബ്രിസൽസ് ഇങ്ങനെ ഇളകി നിൽക്കുന്ന പോലെ എനിക്കിന്നെ തോന്നും. അപ്പോൾ എഴുതുന്ന സമയത്ത് എനിക്കത് എപ്പോഴും ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ കളർ വൈസ് പ്രശ്നമൊന്നുമില്ല, നല്ല ബ്ലാക്കാണ്. പക്ഷേ എനിക്ക് ബ്രിസൽസ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഷുഗർ പോപ്പിൻ്റെത് ഇത് ഇനി ഒരേപോലത്തെ പാക്കേജിങ്ങിന് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഷുഗർ പോപ്പിൻ്റെ ഇത് ബ്ലാക്ക് പല ഷെയ്ഡ്സിലുണ്ട്, അതിൽ ബ്ലാക്കാണ് ഞാനിവിടെ പ്രിഫർ ചെയ്തത്. ഇത് മാറ്റ് ഐലൈനറാണ്, അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെയും ഈ വാണ്ട് കുറച്ച് തിക്കാണ്, കണ്ടോ. അങ്ങനെ തിക്കാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്കിങ്ങനെ കുറച്ച് എക്സസ് പ്രോഡക്റ്റ് ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ എന്നാലും എനിക്ക് വാണ്ടിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിങ്ങനെ കൂർത്തല്ല ഇരിക്കുന്നത്. അതൊരു വലിയ പ്രോബ്ലമൊന്നുമല്ല, എന്നാലും ഫിനിഷൊക്കെ രണ്ടും ഏതാണ്ട് ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നും. ഞാനിപ്പം വീണ്ടും എനിക്ക് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കും. പക്ഷേ ഒരു തിൻ ലൈൻ കിട്ടാൻ ചിലപ്പോൾ പാടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് കുറച്ച് തിക്നെസ് കൂടുതലായിട്ടുള്ള വാണ്ട് ആയതുകൊണ്ട് അതാണ് എൻ്റെ ഫീലിംഗ് അബൌട്ട് ദീസ് ടു ഐലൈനേഴ്സ്. പക്ഷേ ദേ ആർ നോട്ട് ബാഡ് കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇതാണ് ഗ്ലാം 21. ഇതിൻ്റെ ഔട്ടർ കവേഴ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ വീഡിയോയിൽ വെറുതെ ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഗ്ലാം 21ൻ്റെ മാറ്റ് സ്കെച്ച് ലൈനറാണ് ഇത്. ഐലൈനറിന് തന്നെ സ്കെച്ച് ഫിനിഷാണ്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐലൈനറാണ്. ഇതാ കളർ ഇതിനെക്കാട്ടിലും ഒക്കെ നല്ല ഡാർക്കായിട്ട് നമുക്ക് കണ്ണിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. എനിക്കിഷ്ടം എന്ന് വെച്ചാൽ ഇതിങ്ങനെ മെറ്റാലിക് ഗ്രീൻ അല്ല, ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ്, എന്നാൽ ഒരു നിയോണിഷ് ഗ്രീനും അല്ല. വെരി പ്രിറ്റി. ആൻഡ് സ്കെച്ച് ആണെങ്കിൽ അതിൻ്റെ ടിപ്പ് നല്ല തിന്നാണ്. അപ്പോൾ സ്കെച്ച് ലൈനേഴ്സ് എപ്പോഴും ഈ ഐലൈനേഴ്സ് വരച്ച് അധികം ശീലമില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു മാറ്റ് ബോഡിയാണ് കേട്ടോ, എൻ്റെ ടച്ച് ചെയ്യാനും ഭയങ്കര സുഖമാണ്. ഗ്രീൻ മാത്രമല്ല, ഇതിൻ്റെ മിൻറ്റ് ടു ബി എന്നുള്ള കളറാണ് ഇത്, മിൻറ്റ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ടു യൂസ് ഓൾസോ. പാക്കേജിങ്ങൊക്കെ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ഈ മിൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇതുപോലെ റെഗുലർ ബ്ലാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ഫോർ ഷുവർ. പിന്നെ സ്കെച്ച് ലൈനറിൻ്റെ അതേ ഫാമിലിയിൽ ഞാൻ പിന്നെ ട്രൈ ചെയ്തത് ബ്ലൂ ഹെവൻ്റെ സ്കെച്ച് ലൈനറാണ്. ഹൈപ്പർ ബ്ലാക്ക് സ്കെച്ച് ഐലൈനർ ബൈ ബ്ലൂ ഹെവൻ. ഇങ്ങനെയാണ് അതിൻ്റെ നിബ്ബെന്നാണോ അതിൻ്റെ പേര്, എനിക്കറിയത്തില്ല. എൻ്റെ സ്കെച്ചി ടിപ്പ് ഇരിക്കുന്നത്. തിൻ ലൈനൊക്കെ വരയ്ക്കാൻ പറ്റും കേട്ടോ, അതാ ഇങ്ങനെ. ദിസ് ഓൾസോ എ ഗുഡ് വൺ. ഇതും ഐ തിങ്ക് അണ്ടർ 200 ആണ്, 199 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസും. ഞാൻ ഓഫീസിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെച്ച് ലൈനറാണ്. ലോങ് സ്റ്റേ ആൻഡ് സ്മഡ്ജ് ഫ്രീ. ഇറ്റ് ഈസ് ആക്ച്വലി വെരി ട്രൂ. ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത ഒരു 8-9 hours കഴിയുമ്പോഴും സ്മഡ്ജൊന്നും ചെയ്യില്ല. എന്നാൽ വീട്ടിൽ വന്ന് മിസ്ലാർ വാട്ടർ വെച്ച് അങ്ങ് റിമൂവ് ചെയ്താൽ വളരെ എളുപ്പം റിമൂവും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വാട്ടർ പ്രൂഫ് പോലെയാണ്, അങ്ങനെയും പ്രശ്നമൊന്നുമില്ല. ഓവറോൾ എനിക്കിത് വളരെ ഇഷ്ടമാണ് എന്നതാണ് ദ പോയിൻറ്റ്. ഞാനിത് റീപർച്ചേസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം എനിക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ കണ്ണിലിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കണം, ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കണം. അങ്ങനത്തെ ഐലൈനേഴ്സാണ് എനിക്കിഷ്ടം. ഈ ബ്ലൂ ഹാൻഡ് സ്കെച്ച് ലൈനർ കൊള്ളാം. ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വാങ്ങി ട്രൈ ചെയ്തതാണ്. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മേബലിൻ്റെ ടാറ്റു ലൈനർ. ഇവർക്ക് ഈ ടാറ്റു റേഞ്ചിലൊരു ബ്രോ പ്രോഡക്റ്റ് ഉണ്ട്, ഐബ്രോ, അത് എൻ്റെ കയ്യിലുണ്ട്. ഈ സ്കെച്ച് ലൈനർ പോലെയൊക്കെ കണ്ട ടിപ്പ് തോന്നും, പക്ഷേ ലിക്വിഡ് ലൈനർ തന്നെയാണ്. ഇങ്ങനെ നല്ല കളറാണ് കേട്ടോ. ഞാനിപ്പോൾ കണ്ണിൽ റൈറ്റ് നോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ, ഞാൻ കണ്ണിൽ എന്തോ അപ്ലൈ ചെയ്തു. ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കുറഞ്ഞേരെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പൊതുവെ സെൻസിറ്റീവ് വൈസാണ്, പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ വരുന്നത്. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ 48 hour ടെക്നോളജി ആയതുകൊണ്ട് മേ ബി ഇത് കണ്ണിലോട്ട് ചിലപ്പം ഒരല്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് മിസ്ലർ വാട്ടറൊക്കെ വെച്ച് റിമൂവ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ ഇങ്ങനെ അത് സ്റ്റിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വേറെ കണ്ണിന് അങ്ങനെ പ്രോബ്ലമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു, ഇറിറ്റേഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 48 hours അവർ പറയുന്നത് അതെനിക്കറിയില്ല, കാരണം ഞാൻ ഡെയിലി ഐ മേക്കപ്പ് റിമൂവ് ചെയ്യും. എനിക്കൊരു 8 to 12 hours ഒക്കെ ഈസിലി അത് നിന്നിട്ടുണ്ട്. റിമൂവ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. കുറച്ചെങ്കിലും സ്റ്റിക്കി ആയിട്ടുള്ള അങ്ങനത്തെ ഐലൈനേഴ്സ് ആണെങ്കിൽ ഞാൻ മിസ്ല വാട്ടറിന് പകരം ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു
ഓയിലോ അല്ലെങ്കിൽ അതിലൊരു ബാമോ ക്ലെൻസിങ് ബാം ഇട്ട് പതുക്കെ കണ്ണിൻ്റെ ഏരിയ ഒന്ന് മസാജ് ചെയ്തിട്ടായിരിക്കും ഒരു കോട്ടൺ വെച്ച് റിമൂവ് ചെയ്യുന്നത്. ഒരുപാടിട്ട് അങ്ങ് ടഗ് ചെയ്യില്ല കണ്ണിൻ്റെ ഏരിയ ആയതുകൊണ്ട് സെൻസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഞാനത് നോക്കുന്നത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ജസ്റ്റ് ഹെർബ്സിൻ്റെ, ഇതിപ്പോൾ തീരാറായി ആക്ച്വലി, ഹെർബ് എൻറിച്ച്ഡ് ഐലൈനർ. ഭയങ്കര നീളമാണ് ഇതിൻ്റെ വാണ്ടിന്, എൻ്റെ കുഴപ്പമില്ല, ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് വലിച്ചെടുക്കുന്നത് ചിലപ്പം രാവിലെ ഒരു ഇതായിട്ട് തോന്നും. ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണം. അഗെയിൻ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നല്ല ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് തന്നെയാണ്. ഒരു മാറ്റിഫൈങ് ഫിനിഷ് ആണോ? ഏതാണ്ടൊരു മാറ്റിഫൈങ് ഫിനിഷാണ്, ഒരു സൂപ്പർ ഗ്ലോസി ലുക്കല്ല. അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. പാച്ചി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് എ ഗുഡ് വൺ. പക്ഷേ അടിപൊളി കിടിലം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് അതിനെക്കാളും ബ്ലൂ ഹെവൻ്റെ ഐലൈനർ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, സ്കെച്ചാണ്, യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. ഇതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് കളർ, വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റി തിരിച്ചുമൊക്കെ ട്രൈ ചെയ്യാം. ജസ്റ്റ് ഹെർബ്സിൻ്റെ ബ്രാൻഡ് ആസറ്റ്സ് ഓൾസോ അവർക്ക് നല്ല റെപ്യൂട്ടേഷനുള്ള ബ്രാൻഡുമാണ്. ഐലൈനറിന് വേറെ പ്രശ്നമൊന്നുമില്ല, വാണ്ടും തിന്നാണ്. ഇറ്റ്സ് എ ഗുഡ് വൺ. അങ്ങനെ അടിപൊളി എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ റീപർച്ചേസ് ചെയ്യാം, നല്ലൊരു ഓഫറിലൊക്കെ വന്ന് ഉറപ്പായിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്ത് എൻ്റെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐലൈനർ തന്നെയാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് പിൽഗ്രിമിൻ്റെ ഓ ദ ഡ്രാമ ഐലൈനർ. ഇതും ഐ തിങ്ക് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ദിസ് ഇസ് ഒബ്വിയസ്ലി ബ്ലാക്ക് ആൻഡ് കണ്ടോ, ഇങ്ങനെ നല്ല തിൻ വാണ്ട് പോലെയാണ്. ഇതാണ് അതിൻ്റെ ഫിനിഷ്. നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് ഫിനിഷ് ഒന്നും കൂടെ നോക്കാം. ഇത് അപ്ലൈ ചെയ്യാൻ അത്യാവശ്യം ഈസിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ മൂന്ന് ഐലൈനേഴ്സും ഇവരുടെ ഷേപ്പിൻ്റെ സിമിലാരിറ്റി കൊണ്ട്, ഇവരുടെ മാനുഫാക്ചറിങ് സിമിലാരിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ല. വാണ്ട് അങ്ങനെ സൂപ്പർ തിൻ എന്ന് പറയാൻ പറ്റത്തില്ല, തിക്കല്ല, ഫ്ലഫി അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് അതിനെക്കാളും എന്തോ ഇങ്ങനത്തെ ട്യൂബിൽ വരുന്ന ഐലൈനേഴ്സിൻ്റെ വാണ്ടാണ് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട്, നീളമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ബെല്ലാവിറ്റയാണ്. ബെല്ലാവിറ്റ അപ്ലൈ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഐ തിങ്ക് അത് തീർന്നപ്പോൾ ഞാൻ കളഞ്ഞു. എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടിയില്ല. ഞാൻ ഓർഡർ ചെയ്ത ബ്ലാക്കാണ്, എനിക്ക് കിട്ടിയത് ബ്രൗൺ ആണ്. പക്ഷേ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്, നല്ല തിൻ സ്ട്രോക്സിൽ കിട്ടും, ഒരു ഗ്ലോസി ഫിനിഷാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഐലൈനർ തന്നെയാണ്. പിൽഗ്രിമിൻ്റെ ഫിനിഷും ഏതാണ്ട് ഒരു ഫുള്ളി ഔട്ട് ആൻഡ് ഔട്ട് ബ്ലാക്ക് അല്ല, കുറച്ചൊരു ഗ്ലോസി ബ്ലാക്ക് ആണ്. ഇതാണ് പിൽഗ്രിം ഏറ്റവും മുകളിലുള്ളത്. സോ ദീസ് ആർ ദി ഐലൈനേഴ്സ് ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പ്രോഡക്റ്റ്സ് പോയി ചെക്കൗട്ട് ചെയ്യുക. പല കളേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ബ്ലാക്ക് മാത്രം വേണമെന്നില്ലല്ലോ, ഞാൻ ഓഫീസിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതും നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.